ഉന്നതമായ പ്രാചീന ഭാരതീയ ശില്പകലയുടെ വൈഭവം തൊട്ടറിയാൻ സഞ്ചാരിയായ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മുംബൈ എലിഫന്റ ഗുഹകളിലേക്ക് വരാം. 6-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വാസ്തുവിദ്യാ പൈതൃകത്തിലേക്കുള്ള ജാലകം എലിഫന്റ ഗുഹകൾ തുറക്കുന്നു. അറബിക്കടലിൽ 1 മണിക്കൂർ നീളുന്ന ബോട്ട് യാത്രയ്ക്ക് ശേഷം എലിഫന്റ ഗുഹകളിൽ എത്തിച്ചേരാം. ചരിത്രം, സംസ്കാരം, ആത്മീയത, പാരമ്പര്യം അങ്ങനെ വിസ്മയിപ്പിക്കുന്ന അനുഭൂതികൾ പകരുന്ന ഇടമാണ് മുംബൈയിലെ എലിഫന്റ ഗുഹകൾ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ കടലിലാണ് എലിഫന്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഗുഹകളിലെ പ്രധാന ശില്പങ്ങളും കൊത്തുപണികളും നടന്നത് AD 6-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണെന്ന് കരുതപ്പെടുന്നു. കാലച്ചൂരി രാജവംശത്തിലെ കൃഷ്ണരാജയുടെ കാലഘട്ടമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് വന്ന ചാലുക്യർ, രാഷ്ട്രകൂടർ, മൗര്യ, ശതവാഹന രാജവംശങ്ങളുടെയും പങ്കാളിത്തം പല കാലഘട്ടങ്ങളിലായി ഗുഹയിലെ സ്തൂപങ്ങളിൽ കാണാം. എലിഫന്റയിലെ ഏറ്റവും ഗംഭീരമായ ശില്പം അസാമാന്യ വലിപ്പമുള്ള ഒറ്റക്കൽ ത്രിമൂർത്തിയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ പ്രതീകമായി ഇത് കരുതപ്പെടുന്നു. പരമശിവന്റെ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ശില്പങ്ങൾ ഇവിടെ കാണാനാവും. അർദ്ധനാരീശ്വര പ്രതിമ, കല്യാണസുന്ദര ശിവൻ, കൈലാസം ഉയർത്തുന്ന രാവണൻ, നടരാജൻ, കാർത്തികേയൻ എന്നീ ശില്പങ്ങളാണ് പ്രധാന ആകർഷണങ്ങൾ. 1530കളിൽ പോർച്ചുഗീസുകാരാണ് ഈ ദ്വീപിന് എലഫന്റ ദ്വീപ് എന്ന് പേരിട്ടത്. ദ്വീപിന്റെ പ്രവേശന കവാടത്തിനടുത്ത് ശിലയിൽ തീർത്ത ആനയുടെ ബൃഹത്തായ ശില്പം കണ്ടാണ് ആ പേരിട്ടത്. പോർച്ചുഗീസുകാർ ഈ ശില്പം സ്വന്തം നാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാരും അത്തരമൊരു ശ്രമം നടത്തിയെങ്കിലും ഫലവത്തായില്ല. അതിനെ തുടർന്ന് ആ ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് ആ ആനയുടെ ശില്പം മുംബൈയിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. 1987 യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളിലൊന്നായി ഉൾപ്പെടുത്തിയ എലിഫന്റ ഗുഹ ഭാരതത്തിന്റെ കലാപൈതൃകത്തിന്റെ കരുത്തുറ്റ അടയാളമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ടിൽ 1 മണിക്കൂർ സഞ്ചരിച്ചാൽ എലിഫന്റ ദ്വീപിൽ എത്തിച്ചേരാം. ബോട്ടിറങ്ങിയ ശേഷം ടോയ് ട്രെയിനിലോ നടന്നോ ഗുഹയുടെ കവാടത്തിലെത്താം. അവിടെ നിന്ന് അല്പം ആയാസകരമായ നിരവധി പടിക്കെട്ടുകൾ കയറി വേണം എലിഫന്റയിൽ എത്തിച്ചേരാൻ. അവിടെ എത്തിയാൽ അത്ഭുതപ്പെടാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അതിനൊപ്പം ഭാരതീയനെന്ന് അഭിമാനിക്കാനും. അമൃത ന്യൂസ്, മുംബൈ.